തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്റെ ചാരുമോളെന്തിനാ പിടിച്ചു തള്ളി ഉപദ്രവിച്ചത്? ഞാൻ ഇവളോട് പറഞ്ഞതാ ഇറങ്ങിപ്പോൻ. എന്നിട്ട് ഇവളിവിടെ വായി നോക്കി നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? ചാരുമോളെന്തിനു പോണം? പറയടി, എന്തിനു പോണെന്ന്? നീ മിണ്ടായിരിക്കുമോളെ. തെറ്റ് ചെയ്താൽ അത് ചോദിക്കണം. ഓ അത് ശരി. അപ്പൊ ചോദ്യം ചെയ്യാൻ വന്നാണല്ലേ? തെറ്റ് ചെയ്തത് ഇവളാ. എന്റെ മോന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഇവളെ. നിങ്ങൾ തന്നെ പിടിച്ച് പുറത്തെറിയ. വലിച്ചു പുറത്തറിയേണ്ട ചാരുമോളെയല്ല, പൊന്നു മോളെ കീളെ എന്നൊക്കെ പറഞ്ഞ് നീ കൊണ്ടുനടക്കുന്നില്ലേ? ദാ നിൽക്കുന്ന ചീഫ് എഞ്ചിനീയർ ഇല്ലേ, അവളെയാ. എന്താടി നോക്കുന്നു? പറയടി, എന്താ നോക്കുന്നെന്ന്? നോക്കി ജയിപ്പിക്കോ നീ എന്നെ? വെറുതെ നടന്നിരുന്ന അരവിന്ദനെ മോഹിപ്പിച്ച് വശീകരിച്ച് കയ്യിലെടുത്ത് കുറെ പ്രശ്നങ്ങളുണ്ടാക്കി ഭീഷണിപ്പെടുത്തി കല്യാണവും കഴിച്ച് ഒരു ഭാര്യയായി ജീവിക്കാതെ അവനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഇവിടെ വേണം പിടിച്ച് പുറത്തറിയാൻ. മതി. നമ്മുടെ മോന്റെ കൂടെ ജീവിക്കാൻ വന്നവളെ ഒരു ഉളുപ്പില്ലാതെ മരണത്തിലേക്ക് തള്ളിവിട്ടവളെന്ന് പറയുന്നുണ്ടല്ലോ. ഇതാണോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ്? അതെ, അവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായത് ഇവളാ. എന്നിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നോ നീ? നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കുകയില്ല. ഇനി എന്ത് സംഭവിച്ചാലാ നീയൊക്കെ പഠിക്കുന്നത്? ആകാശിനോടും ചാരുമോളോടും വൈരാഗ്യം തീർക്കാൻ പകയോടെ കയറി വന്നവളാ ഈ നിൽക്കുന്ന നിന്റെ പൊന്നു. അങ്കിൾ, ആകാശിനോടും ചാരുവിനോടും അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തലക്കേറ്റി വെച്ചോ. വേണ്ടാന്ന് ഞാൻ പറയില്ല. അതിനുവേണ്ടി എന്നെ ചവിട്ടി മതിക്കാൻ വരരുത്. ആകാശിനോടും ചാരുവിനോടും വൈരാഗ്യം തീർക്കാനാണ് ഞാൻ അരവിന്ദനെ കല്യാണം കഴിച്ചതെന്ന് എന്ത് അടിസ്ഥാനത്തിൽ അങ്കിൾ പറയുന്നത്? അതിന് തെളിവുണ്ടോ? അപ്പൊ എന്നോട് പറഞ്ഞൊക്കെ നീ മറന്നോ? അവനെ ഇട്ടെറിഞ്ഞ് നീ ഇറങ്ങിപ്പോയത് അരവിന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനസ്സ് കണ്ടോണ്ടല്ലേ? പൊന്നു, എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചത് ഈ തുണിക്കച്ചവടക്കാരിയാ. തുടക്കം മുതലേ ഞാൻ പറഞ്ഞതാ അരവിന്ദന്റെ കല്യാണം ഇവളുമായിട്ട് വേണ്ടാന്ന്. അപ്പൊ അത് കേട്ടില്ലേ? എന്നിട്ടിപ്പോ എല്ലാ കുറ്റവും ചാരുമോളുടെ തലയിലാക്കുന്നോ? അമ്മായി എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത്? സാരമില്ല, ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട. പ്രശ്നം ഉണ്ടാക്കാനല്ല മോളെ, അത് തീർത്തു വെക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇവളൊരു വിഷപ്പാമ്പാ. അടുത്ത് ചെന്നാ മതി വിഷം തീണ്ടും. എന്റെ മോളെ പറ്റി തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ ഡൊമാഷെ താൻ വ്യവഹാരം. ശാന്തപ്പ മാമാ, ഭീഷണിയൊക്കെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയോട് മതി, എന്റെ അച്ഛനോട് വേണ്ട. കുറെ ആയിട്ട് ക്ഷമിക്കുന്നു. അമ്മായിയുടെ ഭർത്താവായിരുന്ന ആളാണെന്നും പ്രായത്തിന് മൂത്തയാണെന്നും ഞാൻ നോക്കില്ല. ആകാശേ വേണ്ട, ഇവനോട് ഞാൻ സംസാരിച്ചോ. എടാ, പാമ്പന് പല്ലിലേ വിഷമുള്ളൂ, അത് കടിച്ചാലേ ആപത്തുണ്ടാവും. എന്നാ നീ ദത്തെടുത്ത നിന്റെ പുത്രിക്ക് ശരീരം മുഴുവൻ വിഷ. അതാ പറഞ്ഞത് അടുത്ത് ചെന്നാ മതി വിഷം തീണ്ടുന്നു. ഇനി എന്റെ പൊന്നുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അത് നല്ലതിനായിരിക്കില്ല. എടി ഹേമ, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാക്കുന്നേ. അരവിന്ദൻ വിഷം കഴിച്ചതിന് കാരണം ഈ പെണ്ണ. ശരീരം മുഴുവൻ വിഷമുള്ള ജന്തു. ഇവളെ പോലെ ഒരുത്തി അവന് കല്യാണം കഴിച്ചു കൊടുത്ത് ഇപ്പൊ നീ തന്നെ അവന്റെ കാലിനായിട്ട് നിൽക്കുക. വീണ്ടും ഞാൻ പറയാ, ഒട്ടും വൈകിട്ടില്ല. ഈ നിമിഷം ഇവിടെ വലിച്ചു പുറത്തെറിഞ്ഞ അരവിന്ദന്റെ ജീവിതം രക്ഷപ്പെടും. അവന്റെ ജീവനും തിരിച്ചു കിട്ടും. ഇതാണ് റൈറ്റ് ടൈം. ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയാ എല്ലാം കൂടി പരസ്പരം തള്ളിക്കോളും.
പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. അതാണല്ലോ എനിക്കും വേണ്ടത്. ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? നീയായിട്ട് പോകുന്നോ അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ? വേണ്ട, അങ്കിള് ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ അങ്കിളുടെ ആവശ്യം എന്താ? ഞാൻ ഇറങ്ങിപ്പോണം. എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതല്ലേ? ഓക്കെ, ഞാൻ പോവാം. പൊന്നു മോളെ, ഇയാള് പറയുന്നത് കേട്ട് നീ ഇവിടുന്ന് പോവില്ലേ? മോൾ ഇവിടെ ഉണ്ടാവണം. ഇല്ല ആന്റി, മനസ്സിനെ കുത്തി നോവിച്ചിട്ട് അത് കേട്ടില്ലെന്ന് നടിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനൊരു സാധാരണ പെണ്ണല്ലേ, എനിക്കുമില്ലേ വേദനിക്കുന്നൊരു മനസ്സ്. മാഡം മോള് വിഷമിക്കണ്ട. മോക്ക് വേണ്ടിയാ അരവിന്ദ് മോൻ ജീവനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നേ. അവന് വേണ്ടി മോൾ ഇവിടെ നിൽക്കണം. ഇല്ലച്ചാ, സോറി, എനിക്ക് പോണം. മോളെ, മോള് പോവല്ലേ, നിക്ക്. സോറി ആന്റി, എന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് അങ്കിള് പറഞ്ഞില്ലേ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പ്ലീസ് എന്നെ തടയരുത്. ശ്രേയ, ബാലമാമ നിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. ചാരുമോളെ, ചാരു, നീ എന്തിനാ ഇവളോടൊക്കെ മാപ്പി ചോദിക്കുന്നത്? ചാരു നീ വന്നേ. വീടാക്കൂ ചേട്ടാ, വീട്. ശ്രേയ, ശ്രേയ പോവല്ലേ ശ്രേയ. അരവിന്ദേട്ടൻ കണ്ണു തുറന്ന നിന്നെ ആയിരിക്കും ആദ്യം അന്വേഷിക്കുന്നത്.